ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ നല്ല ചൂട് കഞ്ഞിവെള്ളം, പിന്നെ അമ്മ പാസ്ത ഉണ്ടാക്കുക. പിന്നെ മഴയും കാറ്റും തണുപ്പും എല്ലാം ഉണ്ട് അല്ലേ അമ്മ? മഴയും തണുപ്പൊക്കെ വന്നു കഴിയുമ്പോഴേ ചൂടായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നും അല്ലേ? അതെന്നാ കുഞ്ഞി അങ്ങനെ? അറിയത്തില്ല. അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ തോന്നുന്നത്. മൊത്തം തോന്നുന്നു. നോക്കട്ടെ, മുഴുവൻ വീണോ നോക്കട്ടെ, എന്നിട്ട് പറയാം. നമ്മുടെ ചൂട് പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്റെ മേലോട്ട് കുറച്ച് സോസും കൂടെ ഒഴിച്ചു. കഞ്ഞിവെള്ളം ഇനിയുണ്ടോ? എന്നാ ഒഴിച്ചിട്ട് എടുത്തോ കഴിക്കാൻ. നല്ല തണുപ്പാ അല്ലേ? ചേട്ടാച്ചൻ എന്തിയെ? എന്നാ വരാൻ പറ. കഴിച്ചു. ഇങ്ങനെ നോക്കിയാ കുഞ്ഞേ, ഒരു ശകലം ചില്ലി ഫ്ലേക്സ് ഇട്ടുള്ളൂ. പക്ഷെ ഇച്ചിരി എരിവുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉണ്ടോ? ഇച്ചിരി എരിവുള്ള മുളകായിരുന്നു തോന്നുന്നേ. എങ്ങനെയുണ്ട് കോപ്പി? നമുക്ക് കുറേ സാധനം കൂടെ പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. കുടംപുളി ഉണ്ടായിരുന്നെല്ലാം നമ്മൾ പാക്ക് ചെയ്തു. ഇനി കുറച്ചുകൂടെ ഒരു 1/2 കിലോ കൂടെ വേണം. എന്തരക്കാണോ ഇനി ഉണ്ടോ? ഇതുകൊണ്ട് തയ്യാറായിരിക്കും തോന്നുന്നു. ബാക്കി ഞാൻ ഓർഡർ തന്ന സാധനം എല്ലാം പാക്ക് ചെയ്തോ കുഞ്ഞി? ചെയ്തില്ലല്ലേ? ആണോ? എന്നാൽ ഇനി എല്ലാം കൂടെ നോക്കാം. ചമ്മന്തിപ്പൊടി കുറേ ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു, ശർക്കര വരട്ടി ഉണ്ടായിരുന്നു. കുറേ സാധനം എല്ലാം പാക്ക് ചെയ്യാൻ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനില്ല പോയി. ആണോ? എന്നാൽ വിളിച്ചോണ്ട് പോവാ. നമുക്ക് രാവിലെ അപ്പത്തിന് സ്റ്റൂ ഉണ്ടാക്കാം. സ്റ്റൂ ഉണ്ടാക്കാനുള്ള ഗ്രീൻ ബീൻസും പിന്നെ ഉച്ചക്കത്തേക്ക് മെഴുക്കുവരട്ടി വെക്കാനുള്ള വൻപയറും കൂടെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം. നല്ല ഏത്തപ്പഴമായിരുന്നു അല്ലേ? എന്നാ കഴിച്ചോ പോയി. ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് മസാല ഓംപ്ലേറ്റ്. ഉണ്ടാക്കി നോക്കണമെന്ന്. ഞാൻ അതിന് മുട്ട എടുത്തോണ്ട് വന്നു കഴിയുമ്പോൾ ഇവന്മാർ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. ഇന്ന് ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് ഞാനിത് ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ മസാല ഓംപ്ലേറ്റ്. അതിനെ നമ്മുടെ പാൻ കുഞ്ഞു പറഞ്ഞു വലിയ പാൻ വേണം, വലിയ മുട്ട ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. പരീക്ഷണമാ കുഞ്ഞി, അത് ഓർത്തിട്ടേ പറയാവുള്ളൂ. നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വലിയ പാനായതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചത് എവിടെയൊക്കെയോ പോയി കിടക്കുന്നു. പുതിയ ഡിഷാ മസാല ഓംപ്ലേറ്റ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഓംപ്ലേറ്റ് അടിക്കാനൊക്കെ അറിയത്തുള്ളൂ. പിള്ളേരുടെ പരിപാടിയല്ലേ. മസാല ഓംപ്ലേറ്റ് അടിച്ച് തരട്ടെ നമുക്ക് തിന്നിട്ട് കാര്യം പുതിയ പരിപാടി ഇടിച്ച് മസാലയാണ് അതിനകത്ത്. സാരമില്ല, എന്നാണേലും മുട്ട ആയതുകൊണ്ട് ഇത് വെറുതെ കളയുകയല്ലെന്ന് എനിക്കറിയാം. പച്ചമുളക്, കറിവേപ്പില, നമുക്ക് ഇതിനകത്തൊരു സവോളയും കൂടെ ഇട്ടിട്ടൊന്ന് മസാലയൊക്കെ ചേർത്താകുമ്പോഴേ മസാല ഓംപ്ലേറ്റ് മുട്ട നല്ലതായിരിക്കും. ഏതായാലും നമുക്ക് തന്നു നോക്കട്ടെ, അപ്പൊ നമുക്ക് പറയാം. ഇതിനുള്ള ഉപ്പും കൂടി ഇട്ടേ കുഞ്ഞി. പിന്നെ ഉപ്പ് അമ്മയുടെ കൈ അല്ലല്ല, ഇതിനുള്ളത് മതി. ഇനി ഈ മുട്ടയൊന്ന് പൊട്ടിച്ച പാത്രത്തിലോട്ട്. ഉപ്പ് കൂടുതലായി പോയി കഴിഞ്ഞാൽ അമ്മ കുറ്റം. ഐഡിയ. പെട്ടെന്ന് മുട്ട അങ്ങോട്ട് പൊട്ടിക്കും. അങ്ങനെ പിന്നല്ലാതെ അങ്ങനെ നമ്മുടെ ജിമ്മന്റെ മുട്ടയെല്ലാം തകർന്നോണ്ടിരിക്കുന്നു. കൊറേ ഉള്ളതുകൊണ്ട് ജിമ്മന് കുഴപ്പമില്ല. ഈ മുട്ട ഉണ്ടാക്കുമ്പോ എന്നാ ചെയ്യണമെന്നില്ലയോ, ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിക്കണം ഇതിനകത്ത്. 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല അടിക്കുമ്പോ പതഞ്ഞു വരും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് അടിക്കണ ശരിക്കും കറക്കണം. അപ്പൊ നല്ല പതഞ്ഞു വരും. ഇതിനുള്ള ഉപ്പില്ല അല്ലേ? അതിനുള്ള ഉപ്പും പച്ചമുളകും കുറച്ച് സവോള.
അപ്പോൾ വഴറ്റാനിട്ടത് വേറെയാണ്. ആ ഞങ്ങൾ ഇത് എൻ്റെ ഒരു സ്പൂണുണ്ട്. 2 സ്പൂൺ വെള്ളം. അത് ഗ്ലാസ് അത് മതിയല്ലേ? ഞാനൊന്ന് പതപ്പിച്ച് നോക്കട്ടെ. ആ ഇപ്പൊ പ്രൊഫഷണൽ അടിക്കുന്ന അടി കണ്ടോണം. ഞാൻ നോക്കിക്കോളാം ഇത് എങ്ങനെയാ പതപ്പിക്കുന്നതെന്നുള്ളത്. ഈ തട്ടുകടയിലൊക്കെ ഓംപ്ലേറ്റ് അടിക്കുന്നേ എങ്ങനെയാണെന്നറിയോ? നല്ല കപ്പിനകത്ത് ഒഴിക്കണം. ആ തട്ടുകടയിലൊക്കെ എങ്ങനെയാ കപ്പിനകത്ത് ഒഴിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ 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 അങ്ങനെ കുത്തിയും അടിക്കും. ആ പക്ഷെ ഇതിപ്പോ ഈ ബൗളിനകത്താകുമ്പോ നമുക്ക് അത്ര ഒരു സെറ്റ് ആവില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ, സെറ്റ് ആവുന്നുണ്ട്. നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല. ഇനി അത് ആ മസാല ഇട്ട് ഇളക്കി പിടിപ്പിക്കാല്. നമുക്ക് നമ്മുടെ മസാല എല്ലാം സെറ്റായി. ഇതിന്റെ മേളിലേക്ക് നമ്മുടെ മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. 10 മുട്ട അടിക്കണം. പിന്നെ കുറഞ്ഞു പോയല്ലോ. ഇതോ ഇതെനിക്കുള്ളതല്ലേ മൊത്തം? അതെ അതെ അതെ. നമ്മുടെ ഓംപ്ലേറ്റ് റെഡിയായി. അങ്ങനെ നമ്മുടെ മസാല ഓംപ്ലേറ്റ് റെഡിയായി. ഓംപ്ലേറ്റിൻ്റെ കൂടെ ഇത് ചോറും. അപ്പോൾ ഇന്ന് ചോറും ഓംപ്ലേറ്റും ആണോ? ചോറും ഓംപ്ലേറ്റും മത്തങ്ങ കറിയും പയറ് തോരൻ എല്ലാം ഉണ്ട്. ചമ്മച്ചി ഇത് ഓരോ ഐറ്റം ആയിട്ട് വിളമ്പുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്ക് സമ്മന്തിപ്പൊടി ഉണ്ട്, അച്ചാർ ഇരിപ്പുണ്ട്, അത്യാവശ്യമുള്ള സാധനം എല്ലാം ഉണ്ട്. എന്നാൽ മസാല ഓംപ്ലേറ്റ് കൂടി ഇങ്ങോട്ട് എടുത്തു കഴിച്ചേക്കാം. നമ്മുടെ ഓംപ്ലേറ്റിന് ഇച്ചിരി കളറ് കുറഞ്ഞെന്ന് തോന്നുന്നു. മുളക് പൊടി കുറച്ചിട്ടത് കൊണ്ട് ഇച്ചിരി കളറ് കുറഞ്ഞെന്ന് തോന്നുന്നു. കഴിച്ചേക്കാം. കാന്താരി കാന്താരി ഉണ്ടാക്കി കഴിച്ചേക്കാം. മുട്ട പോയോ? അപ്പൊ നമുക്ക് മുട്ട കൂട്ടി കഴിക്കാം. അച്ഛ കാന്താരി കൂട്ടി കഴിക്കട്ടെ. എനിക്ക് കാന്താരി മതി. ഈ മത്തങ്ങ കറിയില്ലേ നല്ല അടിപൊളി സാധനം. വിജയം മാറ്റാ, നമ്മള് വന്ന അതിലോട്ടാ. എന്നത് മുട്ട ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മുട്ടയുടെ കാര്യം പറഞ്ഞാണ് മത്തങ്ങ പറഞ്ഞ നിങ്ങൾ ഈ മുട്ടയ്ക്കകത്ത് മസാലയുടെ ടേസ്റ്റാ. അതാണ് മസാല ഓംപ്ലേറ്റ്. അതെല്ലേ? അല്ല അതിലും ടേസ്റ്റ് ഈ കാന്താരിക്ക. ഇപ്പൊ അമ്മ ഓടിക്കുന്നതാണോ ഇവിടെ? കാന്താരി കൂട്ടിയാ മതി. എന്നാ ഇനി നിങ്ങൾ കാന്താരി കൂട്ടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മയുടെ മുട്ട എടുത്തോണ്ട് പോകുമെന്ന് മേടിച്ചിട്ട് അമ്മ പറഞ്ഞ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അതാ പറഞ്ഞ നല്ല മുട്ട കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? നല്ല മുട്ടയാണ്. ഞാൻ നോക്കും മുട്ട ഇങ്ങനെ വന്നിരിക്കും. നല്ല മുട്ടയാണ്, നല്ല ടേസ്റ്റ്. കൊണ്ടുപോയെങ്കിൽ തീർന്നു. ഞാൻ പറഞ്ഞേ അപ്പം അതിനാണ് നല്ല കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പറഞ്ഞു തന്നാൽ തിരിച്ചെടുക്കാൻ പറ്റത്ത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? അടിപൊളി സാധനം. ഇന്നലെ നീ ഉണ്ടാക്കിയ മുട്ട റെസിപ്പിയാണോ ഇന്നത്തെ റെസിപ്പിയാണോ അവിടെ നല്ലത്? അത് വേറൊരു വെറൈറ്റി. നിനക്കും കിട്ടിയോ? അതെ അതെ. അതിനകത്ത് വേറൊരു ഇതുണ്ട്. അതിനിന്ന് ഒരു ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗരം മസാലയും കൂടെ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. ശരിയായിരുന്നു. അതിനകത്ത് ഗരം മസാലയും കൂടെ ഇട്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. നാളെ ഗരം മസാല അപ്പൊ ഇത് സ്ഥിരം കലാപരിപാടിയാണോ? നാട്ടിലൊക്കെ ഈ സമയത്ത് എല്ലാവരും ടൗണുകളിലൊക്കെ ആണെന്ന് പറഞ്ഞാലുവേ നല്ല ചൂടായിരിക്കും. മഴയാണെന്ന് പറഞ്ഞാൽ ആവിയായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ രാത്രി മണി 11:30 കഴിഞ്ഞു. നമ്മൾ മഞ്ഞത്ത് വന്ന് നിൽക്കുക. മഞ്ഞടിച്ച് തണുത്ത് വിറച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ. ക്ലൈമറ്റ് നല്ല സുഖമുണ്ട് ഈ മഞ്ഞ് കണ്ടോ? അതെ അല്ലേ? അത് ഭയങ്കര മഞ്ഞ, നല്ല മഞ്ഞ എന്ന് പറഞ്ഞാൽ വെളിയിലൊക്കെ ആണെങ്കിൽ നല്ല അവിടെയൊക്കെ നല്ല കട്ട മഞ്ഞ, കട്ടി പിടിച്ച മഞ്ഞ. അല്ലത് ഇങ്ങനെ നല്ല ഇത് ഓടി നടക്കുന്ന മഞ്ഞ്. പക്ഷെ ഇത് കണ്ടോ ഓടി നടക്കുന്നത് നല്ലപോലെ കാണാം. അടുത്ത് നിന്നിട്ടാ നമുക്ക് തോന്നുന്നത് മഞ്ഞ് കട്ടി കുറവാണ്. താഴോട്ട് നോക്കിയാൽ നല്ല കട്ടിയില്ലല്ലേ. അപ്പം ഏതായാലും രാത്രി 11-12 മണിയൊക്കെ ആയില്ലേ? പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.